പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു അച്ഛനെ കല്യാണം കഴിച്ചതെന്ന്. പെണ്ണ് കാണാൻ വന്നപ്പോൾ അച്ഛനും എന്നോട് ചോദിച്ചത് അത് തന്നെയായിരുന്നു, ഒരു കൊച്ചമ്മയാകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചമ്മയായാൽ എന്ത് വന്നോ, അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നോ ഉള്ള ഒരു ധാരണയും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു ബ്രദർ അച്ഛനാണ്, അദ്ദേഹം എന്നോടിരുന്നൊരു 1 മണിക്കൂറൊക്കെ ഇരുന്ന് എനിക്ക് പറഞ്ഞു തന്നു എന്തൊക്കെയായിരിക്കും ഇതിലേക്ക് കടന്നാൽ വരാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ. എൻ്റെ പപ്പയാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ബേസിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. ഒരു പേഴ്സണൽ ലൈഫ് കാണത്തില്ല, അല്ലെങ്കിൽ ഒരു വെക്കേഷന് വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനെ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ 2-3 വർഷത്തിൽ കൂടുമ്പോൾ ട്രാൻസ്ഫറുകളായിരിക്കും, അങ്ങനെ ജോബ് സ്റ്റെബിലിറ്റി കാണത്തില്ല, ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് കാണും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പേ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. ബേസിക്കലി എല്ലാവരും കൂടെ ചേർന്ന് തന്നെ നല്ലപോലെ ഒന്ന് പേടിപ്പിച്ചു. അപ്പോൾ ഇതിന് യെസ് പറയണോ നോ പറയണോ എന്നുള്ള ഇതിലിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് യെസ് പറയാനും നോ പറയാനും 2 റീസൺസ് ഉണ്ട്. യെസ് പറയാനെന്ന് പറയുമ്പോൾ 29 വയസ്സിനോടടുക്കുന്നു, എൻ്റെ പേരൻസ് 2-3 വർഷമായിട്ട് എനിക്ക് വേണ്ടി ആലോചനകൾ നോക്കുന്നൊന്നും ശരിയാവുന്നില്ല, എനിക്ക് ഹൈറ്റ് തീരെ കുറവ്, 5 അടി പോലും ഞാൻ തികച്ചില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഡ്രോബാക്സ് ഉള്ള സമയത്ത് ഒരു നല്ല പ്രപ്പോസൽ വന്നാൽ എന്തുകൊണ്ടും യെസ് പറയാമല്ലോ എന്നൊരു ചിന്തയുണ്ട്. നോ പറയാനായിട്ടും എൻ്റെ കയ്യിൽ വളരെ സോളിഡ് റീസൺസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള കൊച്ചന്മാരെ പോലെ ഒന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ള കൊച്ചന്മാരൊക്കെ വളരെ നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണ്. എനിക്ക് ആ കഴിവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത് അവരൊക്കെ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും, ഞാൻ അത്ര സോഫ്റ്റ് സ്പോക്കൺ അല്ല. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് ഉണ്ടായിരുന്നു ഞാൻ എന്നെ തന്നെ ഒരു കൊച്ചമ്മ എന്ന നിലയിൽ കാണാത്തതിന്. അപ്പോൾ ഇതിനൊരു ഉത്തരം എനിക്ക് തരാൻ പറ്റുന്ന ആകെ ദൈവത്തിന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച, എൻ്റെ കർത്താവ്, യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നതിനൊരു കാരണം എനിക്ക് തന്നിട്ട് വേണം എന്നെ കൊണ്ടത് പറയിക്കാനായിട്ട്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ റീസൺ കിട്ടി. എൻ്റെ കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യം ഇവിടാണ്, അതുകൊണ്ടാണ് എന്നെ അതിലേക്ക് കർത്താവ് വിളിക്കുന്നതെന്ന് ഞാനപ്പോൾ ശരിക്കും ഓർത്തു. ഞാൻ എന്താ IT പ്രൊഫഷണലായിട്ടിരിക്കുമ്പോൾ അവിടെ എനിക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ മിനിസ്ട്രി ലൈഫ് എനിക്ക് അതിൽ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അന്ന് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 5 അടി പോലും ഇല്ലാത്ത എന്നെ കല്യാണം കഴിക്കാൻ 6 അടിയോളം വരുന്ന ഒരു വ്യക്തി, വൈദികനായിട്ടുള്ള വ്യക്തി, ഞാൻ ഒരിക്കലും ഒരു പട്ടക്കാരനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതിലേക്ക് എന്നെ ക്ഷണിക്കണമെങ്കിൽ, ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന് എന്നെ ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം, അല്ലാതെ വേറൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഒരച്ഛനെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചതല്ല, എൻ്റെ ദൈവമാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ വേണം എന്നെനിക്ക് വേണ്ടി തീരുമാനിച്ചത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വലിയ തീരുമാനങ്ങളും അങ്ങനെ തന്നെ. ഞാനല്ല എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത്. ഞാൻ അതിലേക്ക് നടന്നു കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.